എങ്ങനെയാണ് ഒരു DSLR ക്യാമറയിൽ അല്ലെങ്കിൽ മിറർലെസ് ക്യാമറയിൽ ലെൻസ് ഡിറ്റാച്ച് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലെൻസ് ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ ബോഡിയിൽ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ക്യാമറയും ലെൻസും രണ്ടും സെപ്പറേറ്റ് ആവും. അപ്പം നമ്മളെ കയ്യിൽ നിന്ന് താഴെ പോകാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്യാമറയിലൊക്കെ ഡിറ്റാച്ച് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും ഇതുപോലൊരു ബട്ടൺ കാണും. അത് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ക്ലോക്ക് വൈസിൽ ലെൻസ് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു വൈറ്റ് മാർക്ക് കാണാം. വേറെ കമ്പനിയുടെ ക്യാമറയിൽ ഈ വൈറ്റ് മാർക്ക് ആവണമെന്നില്ല, ചിലപ്പോൾ റെഡ് മാർക്ക് ആവാം. എന്തായാലും ബോഡിയിൽ ഉണ്ടാകുന്ന മാർക്ക് ശ്രദ്ധിച്ചാൽ മതി. അതേ കളർ മാർക്ക് തന്നെ ആയിരിക്കും ലെൻസിലുണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും നേരെ വരുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതിങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കാൻ പാടില്ല. നമ്മൾ ഔട്ട്ഡോറിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഡസ്റ്റ് കയറും, ഈർപ്പം കയറും, അത് പിന്നീട് ഫംഗസ് ആയിട്ട് മാറും. അപ്പോൾ അതൊക്കെ ക്യാമറയുടെ ഇമേജിനെയും ക്വാളിറ്റിയൊക്കെ ബാധിക്കും. സോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ മാക്സിമം ഓപ്പൺ ആക്കി വെക്കാതിരിക്കുക. ഇനി ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യും എന്നുള്ളത് നോക്കാം. നേരത്തെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചെയ്ത പോലെ തന്നെ ഈ വൈറ്റ് മാർക്കുകൾ രണ്ടും ഒന്നിച്ച് കൊണ്ടുവരിക. ശേഷം ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കാം. ആ സൗണ്ട് കേൾക്കുമ്പോൾ ഇത് ലോക്കായി എന്നാണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്. സോ ഇപ്പോൾ ലോക്കായി, ആ സൗണ്ട് വന്നില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പക്ഷേ ഹാൻഡിൽ വിത്ത് കെയർ ആണ്. ക്യാമറ ലെൻസും തമ്മിൽ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസുകളിലൊക്കെ ഇത്തരത്തിലൊരു ഇലക്ട്രോണിക് കോണ്ടാക്റ്റ് ഉണ്ടാവും. ഈ കോണ്ടാക്റ്റ് ലെൻസിൻ്റെ മോട്ടോറിനെ ഇലക്ട്രോണിക്കലി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോണ്ടാക്റ്റുകളാണ്. ഈ കോണ്ടാക്റ്റുകൾ എന്തെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഫോക്കസ് നഷ്ടപ്പെടും. ഈ കോണ്ടാക്റ്റ് ക്യാമറയുടെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല. ഇവിടെ കാണാം ഒരു ഇതിൻ്റെ സ്ട്രിപ്പ് കണക്റ്റ് ആവുന്ന ഏരിയ. അപ്പോൾ അതുമായിട്ടുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെടും. നമ്മളിത് എടുക്കുന്ന സമയത്ത് സൈഡിലേക്ക് തട്ടിയതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു മോട്ടോറൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ശ്രദ്ധിച്ച് ഇത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ.